ആശാനെ നമസ്കാരം. എന്തായിരുന്നാലും വലിയ വിഷമത്തോടെയും എന്നാൽ വലിയ സന്തോഷത്തോടെയും ഒരു കാര്യം പറയാം. ലോകത്തിന് തന്നെ ലോക പോലീസിൽ തന്നെ മാതൃകയായിട്ടുള്ള പോലീസ് സേനയിൽ ഒരു വിഭാഗമാണ് നമ്മുടെ കേരള പോലീസ്. അത് കേരള പോലീസ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കേരള പോലീസ് സൃഷ്ടിച്ചെടുത്ത ഒരു ചരിത്രകഥയാണ് കേരള പോലീസിൻ്റേത്. അതായത് നമ്മുടെ ടെക്നോളജികൾ ഇല്ലാതിരുന്ന സമയത്ത് തന്നെ കേരള പോലീസിൻ്റെ രീതിയിൽ പല രീതിയിൽ ബുദ്ധിയിലും ഒക്കെ കേരള പോലീസ് ഒരുപാട് കേസുകൾ അന്വേഷിക്കുകയും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്ത ഒരു മാർഗദർശിയായിരുന്നു നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലെ പോലീസിൻ്റെ മുന്നിൽ കേരള പോലീസിന് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് ഡെവലപ്പായി വികസിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പല വികസ്വര രാജ്യങ്ങളിലും ഒക്കെ പോലീസ് അവരുടെ രീതിയിൽ തന്നെ കേസ് കണ്ടുപിടിക്കുന്നതൊക്കെ ടെക്നോളജിയുടെ സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോഴും നമ്മുടെ കേരള പോലീസിന് ടെക്നോളജി വന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ കേരള പോലീസിന് ടെക്നോളജി ഇല്ലാതെ ഒരു കേസും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കേരള പോലീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തന്ത്രമുണ്ടായിരുന്നു. തന്ത്രം മറ്റൊന്നുമല്ല, ചാരപ്പണിയായിരുന്നു. ചാരപ്പണി ഏത് ഭാഗത്ത് കേസ് അന്വേഷിക്കുമെങ്കിലും കേരള പോലീസിന് അവിടെ മറ്റൊരു ചാരനെ പോലീസ് സൃഷ്ടിച്ചിരിക്കും. ആ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു പദ്ധതി കേരള പോലീസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ചില പോലീസുകാർ, പഴയ പോലീസുകാരൊക്കെ അത് തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില പുതിയ പോലീസുകാർ ടെക്നോളജി തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് വളരെ മന്ദഗതിയിലാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമോശമാണ് കേരള പോലീസ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്കിപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ ചാക്കയിൽ നടന്ന സംഭവം. നമുക്ക് ആ സംഭവത്തിൻ്റെ ഇപ്പോഴുള്ള തത്സമയ വിശേഷങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. നാടോടി കുടുംബത്തിലെ 2 വയസ്സുള്ള മേരി എന്ന കുഞ്ഞിനെ ചാക്കയിൽ നിന്ന് കാണാതായ സംഭവത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കാതെ നമ്മുടെ കേരള പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ തിരികെ ലഭിച്ചെങ്കിലും കുഞ്ഞ് എങ്ങനെ പൊന്തക്കാട്ടിനുള്ളിലെ ഓടയിലെത്തി എന്നതിലാണ് ഇപ്പോഴും നമ്മുടെ പെണിങ്ങൂസിന്റെ പോലീസ് ആകെ വട്ടം ചുറ്റുന്നത്. ഡ്രോൺ പരിശോധനയാണ് ഈ സ്ഥലത്തെത്താൻ സഹായിച്ചത് എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ പൊന്തക്കാട്ടിലെ 6 അടിയോളം താഴെയുള്ള കുഴിയിലുണ്ടായിരുന്ന കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിച്ച ഡ്രോണിന് ഇപ്പൊ അകം കഴിഞ്ഞ നന്ദിയാണ് കേരള പോലീസും പെണുവും രേഖപ്പെടുത്തുന്നത്. 2 വയസ്സുകാരിയായ കുഞ്ഞ് സ്വയം നടന്നു പോയതാകാമെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എന്നാൽ ഇതിലും ഒരു വ്യക്തതയുമില്ല. തട്ടിക്കൊണ്ട് പോയതാകാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് മാത്രമല്ല, നാടോടി കുടുംബം അന്തി ഉറങ്ങിയ സ്ഥലത്തോ കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തോ CCTV ക്യാമറകളോ ഒന്നുമില്ല. ഇതിന് സമീപത്തുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായ ഒരു ചുക്കും കിട്ടിയതുമില്ല. DCPയുടെ പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും എല്ലാം കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലവും പരിസരവും പരിശോധിച്ചിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ഈത്തുപരം പിടിയിട്ടില്ല. മാത്രമല്ല, ഒരു സ്ത്രീ കുഞ്ഞുമായി പോകുന്ന ദൃശ്യങ്ങൾ അടുത്തുള്ള CCTVയിൽ നിന്ന് കിട്ടിയെങ്കിലും ഈ സംഭവമായിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്ന് പെണുവിന്റെ പോലീസ്. അപ്പോ നേരത്തെ പറഞ്ഞ ആ മഞ്ഞ സ്കൂട്ടർ ഇപ്പൊ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായതെന്ന് ആർക്കും അറിയില്ല. CCTV ദൃശ്യങ്ങളിലും മറ്റും പതിഞ്ഞ ചിത്രത്തിൽ കൂട്ടി മാത്രം, മഞ്ഞ ബൈക്കുമില്ല, തട്ടിക്കൊണ്ട് പോയരുമില്ല. അപ്പോൾ തീർത്തും ഇത് പ്രേതബാധ തന്നെയാണ്. ക്ലിഫ് ഹൗസിലെ പ്രേതത്തെ പെണിങ്ങൂസ് ഏതോ മന്ത്രവാദിയെ വെച്ച് പുറത്തിറക്കിയെന്നാണ് ഇപ്പൊ കംപ്ലീറ്റ് ആൾക്കാർ സംസാരിക്കുന്നത്. ഒരു ചുക്കും കിട്ടിയില്ലെങ്കിൽ താണ്ടെ ഇതാണ് ഇപ്പോ പെണു പോലീസിന്റെ അവസാന പദ്ധതി. കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തി കേസ് ക്ലോസ് ചെയ്യുന്നതെന്ന് മൊഴി എടുത്തു. ഇങ്ങനെ മോളെ എന്താ മോളെ സംഭവിച്ചത്? പറഞ്ഞു. അത് മാമ, ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ എന്തോ ഒന്ന് പൊക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഒരു കുഴി കിടക്കുകയാണ്. അപ്പോ ഈ പൊക്കിയതാരെന്നൊരു പിടുത്തമല്ല, കൊച്ചു പക്ഷേ കുഴിയിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. FIR ഇട്ടു, ക്രൈം നമ്പർ ഇട്ടു. അതിൽ അക്യൂസ്ഡ് പ്രേതം ഉണ്ട്. കാരണം CCTVയിലും ഇല്ല, ഒന്നിലുമില്ല, ആരും കണ്ടിട്ടുമില്ല ഇങ്ങനൊരു സംഭവം. ഒരു പരിസരവാസികളോ അല്ലെങ്കിൽ മറ്റാരോ കൂടെ കിടന്നവരോ അറിഞ്ഞവരോ നിന്നവരോ പോയവരോ വന്നവരോ ആരും കണ്ടിട്ടില്ല. മഞ്ഞ വണ്ടിയില്ല, ഒന്നുമില്ല, ആളില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ അക്യൂസ്ഡ് എന്ന് പറയുന്നത് പ്രേതമാണ് ഇപ്പോൾ പോലീസ് ഇട്ടിരിക്കുന്നത്. CW1 എന്ന് പറയുന്നത് കുട്ടിയാണ്, CW2 എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളുടെ അമ്മയാണ്. അങ്ങനെ പോലീസ് ഇതിന്റെ സംഭവ സ്ഥലത്ത് മകസറൊക്കെ എഴുതി ഈ കേസ് പെണുവിന്റെ പോലീസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കേരള പോലീസിന്റെ അതല്ല, ലോക പോലീസിന്റെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവലായിട്ട് ഇത് അവശേഷിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.